അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഇന്നാണെങ്കിൽ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല ഉറക്കക്ഷീണമുണ്ട് ഗൈസ്. ഇന്നലെയാണെങ്കിൽ നമ്മളെ ഷിൻചാനെ അങ്ങോട്ട് കൊണ്ടാക്കിയായിരുന്നു അവൻ്റെ നാട്ടിലോട്ടും കളിക്കുക. ഷിൻചാനുള്ളതുകൊണ്ട് ഗൈസ് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ലായിരുന്നു. എന്തായാലും ഗൈസ് ഇന്ന് മുതൽ നമ്മൾ വീട്ടിടുന്നതായിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് രാവിലെ നമുക്ക് ജിമ്മിൽ പോകാം ഗൈസ്. അപ്പം നമുക്ക് വീട്ടിലാണ് ജിമ്മായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി വർക്കൗട്ട് ചെയ്താൽ മതി ഗൈസ്. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണ്ട ഗൈസ്. അപ്പം അതങ്ങനെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്തൊന്ന് തൂങ്ങിയേക്കാം. ഇച്ചിരി ഹൈറ്റൊക്കെ വെച്ചേക്കട്ടെ ഗൈസ്. അപ്പം ഹൈറ്റൊക്കെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും ഇത്രയും വർക്കൗട്ടൊക്കെ മതി ഗൈസ്. എന്തായാലും നമുക്ക് പ്ലേറ്റിൽ പോകും ഗൈസ്. എന്തായാലും നമുക്കിത് പ്ലെയിനിൽ പോകണ്ടല്ലാണ് ഒരു സ്ഥലത്ത് വരാം. അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ ഞാൻ വിചാരിച്ചൊന്ന് കുളിക്കാമെന്ന് ഗൈസ്. ഇപ്പം രാവിലെ കുളിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഷിൻചാൻ പോയിട്ട് ഭയങ്കര ബോറാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഗൈസ്. ഒറ്റയ്ക്കുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കേൾക്കുക. അപ്പം നിങ്ങളും കൂടെ സപ്പോർട്ട് തന്നില്ലെങ്കിൽ ഗൈസ് ഞാൻ ഒറ്റപ്പെടും ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പെട്ടെന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പെട്ടെന്ന് ഡ്രസ്സും കൂടെ അങ്ങ് മാറിയേക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇടാം. പിന്നെ നമുക്ക് ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. എല്ലാം എടുത്ത് ഡ്രസ്സ് പിന്നെ വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ, ഫുഡൊക്കെ പിന്നെ അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം ഗൈസ്. അപ്പം അതേണക്ക് നടന്നാൽ മതി. ഓക്കെ, നമുക്കാണെങ്കിൽ നേരെ കഴിച്ചപ്പോൾ നമുക്ക് കളിക്കാം. നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ മച്ചാൻ വരെ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാന്ന് വെച്ചാൽ ഷിൻചാനും ഭയങ്കര ഒരുമാതിരിയായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ. ഇപ്പോൾ ഇനിയുള്ള എല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ കാണുക ഗൈസ്. ഇപ്പം ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പോകാനുള്ള പ്രൈവറ്റ് ജെറ്റുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. നമ്മളെ ഒരു എയർപോർട്ട് പോലെ ഇപ്പം നമുക്കിത് കാണാം. പ്രൈവറ്റ് പ്ലെയിൻ ആണ് ഗൈസ്. ഇത് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗൈസ്. നമുക്ക് ഇവിടെ അല്ല ഗൈസ് പോകേണ്ടുള്ളത്. നമുക്കാണെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്ത് പോകണം. അപ്പം നമുക്ക് ജോലി സ്ഥലത്ത് പോകണമെങ്കിൽ ബസ് ഇതിനകത്ത് കയറി പോവാം. ഓക്കെ, എൻ്റെ പൊന്നോ ഗൈസ്, ഈ കാർ വലിയ പ്രശ്നമായി. ഓക്കെ, ഡയറക്ഷൻ മാറി. ഓക്കെ, നേരെ പോകണം. ഓക്കെ ഗൈസ്. അപ്പം നമ്മളെയൊക്കെ ജോണിൻ്റെ വീട്ടിൻ്റെയൊക്കെ മേളിക്കടെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഡോറൊക്കെ തുറന്ന് കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ ഒരു പെട്ടെന്നുള്ള ലാൻഡിങ് ആവശ്യമാണ് ഗൈസ്. ഈ ഒരു പച്ച നിലയിൽ നമുക്കൊന്ന് ലാൻഡ് ചെയ്യണം. എൻ്റെ പൊന്നോ ഗൈസ്, ഇവിടെ ലാൻഡ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനിയാണെങ്കിൽ ആ ഒരു സിറ്റിയിലെത്തിയിട്ട് നമുക്ക് കാണാൻ വെച്ചാമാരെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് പോകണം ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ടിട്ട് ഗൈസ് നമ്മളെ ജോലിക്കും കാലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കാലൊക്കെ നമ്മളെ ബസ്സും കാലൊക്കെ സ്റ്റാർട്ടാക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ പോകാനുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കാലൊക്കെ ഇവിടെ നിർത്താം. ഓക്കെ എല്ലാവരും വന്ന് കയറിക്കോ. ഓക്കെ, നമ്മളവിടെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇന്ന് ചെറിയ ചുരമൊക്കെ കയറുണ്ടെന്നാണ് ഗൈസ് ഇവർ പറയുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് രാവിലെ തന്നെ ജോലിക്ക് വന്നത് കാര്യമാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ സമയം കിട്ടത്തില്ലായിരുന്നു. ഇച്ചിരി വെളുപ്പാൻ രാവിലെയാണ് ഗൈസ് ഇവിടെ വന്നത്. അത് കാര്യമായി ഒരു ദിവസത്തെ യാത്ര ഉണ്ട് ഗൈസ്. അവിടെ നിന്നാണെങ്കിൽ ഇത് വലിയ വണ്ടിയാണ് ഗൈസ്. ഇത് ഓട്ടിക്കാൻ ചെറിയൊരു പാടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ പൊന്നോ എനിക്ക് ചെറിയൊരു പാടാണ് ഗൈസ് ഈ ഒരു വണ്ടി ഓട്ടിക്കാൻ. ഓക്കെ, വലിയ വണ്ടിയാണ് ഗൈസ്. വളഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അതേ ഉള്ളൂ ഗൈസ്. പിന്നെ വളഞ്ഞ് കിട്ടിയാൽ പിന്നെ ഇതെന്താണ് ഇവിടെ. ഓക്കെ ബ്രോ അവിടെ നിർത്തോ ബ്രോ. വന്ന ദിവസം തന്നെ ഗൈസ്. ഈ കാറുകാരൻ്റെ ഓരോ പണികളെ ഗൈസ്. ഇവിടെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇത്ര നേരം ആ ഷെയ്ത്താൻ. ഓക്കെ ഗൈസ്, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഏറ്റുമുട്ടൽ നിൽക്കുകയാണ്. ഓക്കെ, കർണാടക ബസ്സാണ്. KSRTC കർണാടക ഗൈസ്. ഞാൻ വെച്ചാൽ മറ്റേ ബസ്സാണെന്ന് കിട്ടുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഗൈസ് മറ്റേ ബസ് ഇവിടെ ഇപ്പം കിട്ടത്തില്ല. അത് വേറെ ഡ്രൈവേഴ്സ് വന്ന് ആ വേക്കൻസി എടുത്തു. വലിയ വണ്ടികളാണ്ട് കുറേ ഫൈൻ നമുക്ക് കിട്ടും മച്ചാൻ വരെ. അതാണ് എനിക്ക് ഈ ഒരു വലിയ വണ്ടിയുടെ വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എൻ്റെ പൊന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും ഓരോരുത്തന്മാർ ഇങ്ങോട്ട് വന്ന് കയറും. അതാണ് ഗൈസ് എനിക്ക് കലിപ്പ് കയറി വരുന്നത്. ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല. വലിയ വണ്ടിയാണ് ഗൈസ്. ഈ പെട്ടിയാട്ടക്കാരനെയൊക്കെ എന്ത് ചെയ്യാനാണ്.
അടുത്തവൻ എന്താണ് ഇൻഡിക്കേറ്റർ? ആ, വണ്ടി ഇടിച്ചതാണ് അവൻ. എവിടാണ്ട് വെച്ച് കയറ്റി കൊടുത്ത്. ഓക്കെ, നമുക്ക് സൈഡ് വഴി കയറി പോവാം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കാണ് ഗൈസ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ബാക്കിലും ആണെങ്കിലും ഒരു വണ്ടി വന്ന് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഇടിക്കല്ലേ. റോങ് വരിയെന്ന് കയറുകയാണ്. എൻ്റെ പൊന്നോ ഗൈസ്, ഫൈൻ അടിച്ചു. എൻ്റെ പൊന്നോ ഗൈസ്, എന്ത് ചെയ്താലും ഇവിടെ ഫൈനും കിട്ടും. ഗൈസ് എന്ത് അർജൻറ്റായാലും ഇവിടെ ഫൈൻ കിട്ടും. അതങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ഒരു റൂള്. അപ്പോൾ ഓക്കെ, നമുക്കാണെങ്കിൽ നേരെ നമുക്ക് പോവാൻ മച്ചാന്മാരെ. ഇങ്ങനെയുള്ള റോഡാണ് എനിക്ക് അത്യാവശ്യം. ഇവിടെ ഫുൾ ആക്സിഡൻ്റ് ആണ്. രാവിലെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തന്നെ ആക്സിഡൻ്റ് ആണ്. ഓക്കെ ഓക്കെ. എൻ്റെ പൊന്നോ, ഈ പെട്ടിയാട്ടക്കാരന്മാരാണ് ഇവിടുത്തെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ്സുകാരന്മാർക്ക് ഇച്ചിരി കുഴപ്പമാണ് കേസ്. ഇവരെവിടെയും കൊണ്ടുവച്ച് ഇടിച്ചും കൊടുത്തിട്ട് നിർത്തും. അതാണ് കേസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ പൊന്നോ, എടുത്തന്നെ മാറി തരുന്നില്ലടേ. ഇടേ വരി ഇറക്കിടേ. രാജാവിന് എന്തൊക്കെയോ കേസ്, രാജാവിനെന്ത്. ഓക്കെ. ഒരു കാറുകാരൻ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇത് വലിയ വണ്ടിയായതുകൊണ്ട് എനിക്ക് വലിയ ഓട്ടിച്ച് പരിചയവുമില്ല. രണ്ടാമത്തെ ഓട്ടമാണ് കേസ് ഈ വണ്ടി കിട്ടുന്നതാണ്. ഇയാൾ കയറി പോടേ. ഇയാൾ കേസ് കയറി പോകുന്നില്ല. ഇപ്പോൾ ഇടിച്ചാണ് കേസ്. ജസ്റ്റ് മിസ്സിലാണ്. ആഹാ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് കിടക്കുന്നത്. കിടപ്പ് ശരിയല്ല വണ്ടിയുടെ. ഓക്കെ, പെട്ടെന്ന് കയറിപ്പോയി. ഈ കാറുകാരൻ്റെ പിറകെ പോകണ്ടായിരുന്നു ഗൈസ്, അല്ലെങ്കിൽ ഇയാളെ പിറകെ പോയതാണ് ഗൈസ് ഇപ്പോഴത്തെ പ്രശ്നം. എത്രയെന്നും പറഞ്ഞ് ഗൈസ് നിർത്തിയിടുന്നു. ഓക്കെ ഗൈസ്, മഴയും തുടങ്ങി ഗൈസ്. എപ്പോഴുള്ളതാണ് നമ്മളിവിടെ എന്ന് വരുന്നത് അന്ന് മഴയായിരിക്കും. ഓക്കെ, നമുക്ക് വൈപ്പറിടാം. അടിച്ച് മിന്നി കയറി പോവാം. വോൾവോയും കൂടെ ആളുടെ ആൾക്കാർക്കെല്ലാം കിടന്നുറങ്ങണ്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ളവന്മാർ വന്ന് കയറുകയാണെങ്കിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി ആൾക്കാരെല്ലാം കൂടെ എണീറ്റിട്ട് നമ്മളെയാണ് ഗൈസ് പറയുന്നത്. അവർക്ക് എന്താ അറിയാം ഗൈസ്, നമ്മളെ ഓട്ടിക്കുന്നവരല്ലേ ഗൈസ് പാടുപെടുന്നത് ഗൈസ് ഈ മഴയത്തൊക്കെ. ഓക്കെ, കയറിപ്പോട്ട്. വലിയ വണ്ടിയാണ് ഓവർടേക്കൊക്കെ ചെയ്യുന്ന. ചെറിയ വണ്ടിയെന്ന് പറഞ്ഞ് ഓവർടേക്ക് ചെയ്യലും. വലിയ വണ്ടിയാണെന്ന് നമുക്കൊരു കരുതൽ വേണം. എന്നിട്ട് വേണം ഗൈസ് ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഓവർടേക്ക് ചെയ്യാൻ. ആഹാ, നല്ല അടിപൊളി റോഡാണ്. നമുക്ക് നേരെ കത്തിച്ച് പോവാം, കുഴപ്പമില്ല. വലത്തോട്ട് ഇടത്തോട്ട് തിരിയുന്നതിന് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. എൻ്റെ പൊന്നോ ഗസ്, ചെറിയൊരു പാടാണ് ഗസ് ഈ ഒരു വണ്ടികളൊക്കെ ഓട്ടിക്കാൻ. എന്തായാലും അടുത്തവൻ ഞാൻ പറയില്ലേ, ഇവിടെ ഫുള്ള് ഇടിയുടെ കൊണ്ടുവച്ച് നിർത്തിയേക്കുന്നുണ്ടോ. അതിനൊക്കെ എന്ത് ചെയ്യാനാണ്. ഇങ്ങനെയുള്ളവന്മാർ കാരണം നമുക്ക് ചിലപ്പോൾ ഫൈൻ കിട്ടും. ഇവന്മാരെ പോലുള്ളവന്മാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫൈന് മേടിച്ചു തരുന്നത്. പാവപ്പെട്ട നമ്മൾ കയറി പോകുമ്പോൾ ഇവന്മാർ വന്ന് ഫൈൻ അടിപ്പിക്കും. ഇവരെ എന്താ പറയാനാണ് ഗൈസ്. എൻ്റെ പൊന്നോ, ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് പിടിക്കുക. അപ്പോൾ അധികം ഫൈൻ കിട്ടൂല. അടുത്ത ഫൈൻ കിട്ടിയിട്ടുണ്ടേ. വണ്ടി ഒന്ന് ഇടിച്ചതിന് ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും ഫൈനാണ്. എൻ്റെ പൊന്നോ, ഇപ്പോൾ തോട്ടി പോവാഞ്ഞ ഭാഗ്യം. പക്ഷെ ഇവിടെ എല്ലാം അഡ്വഞ്ചർ വരിയാണ് ഗസ്. മഴ നിന്ന് നീ വൈപ്പർ ഇട്ടതിന് അടുത്ത ഫൈൻ കിട്ടിയേനെ. ഇവിടെ എല്ലാത്തിനും ഫൈനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇപ്പോൾ ഇടിച്ച് അടുത്ത ഫൈൻ കിട്ടിയേനെ. അവന്മാർ ഫുള്ള് ഫൈൻ്റെ കളിയാണ്. എൻ്റെ പൊന്നോ ഗൈസ്, നീ മലയോരമാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കിടക്കാം. കണ്ട എല്ലാം ഡിമ്മടിച്ച് വരുന്നത്. ഇതേപോലുള്ളവരാണ് എനിക്ക് വേണ്ടുള്ളൂ ഗൈസ്. ഇങ്ങനെ ഡിമ്മൊക്കെ അടിച്ച് നമ്മളെ അറിയിക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് വളയ്ക്കുന്നു. ഇതാണ് ചിലവന്മാർ ഇൻഡിക്കേറ്റർ ഇടാതെ അങ്ങ് വളയ്ക്കും. അതെനിക്കിഷ്ടമല്ല. ഓക്കെ ഗൈസ്, അതിനു മുമ്പേ ഇവിടെ 5:48 ഗൈസ് നമ്മൾ ഈ ഒരു സിറ്റിയിലെ സമയം.
പക്ഷെ നമ്മളെ ഷിൻജാനാണെങ്കിൽ ഇതുവരെയായിട്ട് വിളിച്ചതുമില്ല. അവിടെ ചെന്നിട്ടൊക്കെ വിളിക്കാമെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അവൻ നമ്മളെ വിളിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇപ്പം നല്ല സ്ഥലമാണ് ഇവിടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലവും കാണുക ഗൈസ്. നീ ഫുള്ള് വളവാണ്, നീ പയ്യെ പോയില്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ മണ്ടയിൽ പോയി ഇടിക്കാം. ആണ് ഗൈസ്, ഇവന്മാർ നിർത്തി വരിയിലെ നടുക്കാണ് അവൻ പാർക്ക് ചെയ്തേക്കുന്നത്. അവൻ്റെ എന്താണ് പേടിക്കാനാണ് എൻ്റെ പൊന്നോ ഇങ്ങനെയുള്ളവന്മാർ. ഓക്കെ, മാർക്ക് ആരില്ലല്ലേ ലൈസൻസ് എടുത്തു കൊടുക്കുന്നത്? ഓക്കേ, ഇപ്പോൾ ഓടെ ഇരുന്നേനെ അടുത്ത ഫൈനുമായിട്ട് ഓടയിൽ കിടക്കായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഗൈസ്. അപ്പം ഈ വീഡിയോ ആണെന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ കൂടുതൽ ഫ്രണ്ട്സിന് ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാണ് ഒറിജിനൽ KSRTC ഗൈസ്. സ്പീഡിൽ പോവുക, അങ്ങനെയൊക്കെ വളച്ചിടുക, അഡ്വഞ്ചർ ആയിരിക്കണം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ അഡ്വഞ്ചർ പാർക്കിലൊന്നും പോകണ്ട ഗൈസ്, KSRTCയിലകത്ത് കയറിയാൽ മതി, ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ ഞാൻ വലിയ ലോങ് ഒരു ഓവർടേക്കിങ്ങിലാണ് നിൽക്കുന്നത്. റോങ് സൈഡിൽ നിന്നൊരു വണ്ടി കയറി വരികയാണെങ്കിൽ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ, അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. ഗൈസ്, ഇപ്പം നമുക്ക് അടുത്തൊരു ടോളും കാളൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പേ ഗൈസ് അപ്പം നമുക്ക് കടയിലൊന്ന് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ വെച്ചാൽ ഇവിടുത്തെ കടയിലൊക്കെ പോവാന്ന് പോവാം ഗൈസ്. ഇപ്പം ഇവിടെ കയറി വല്ലതൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാനും കാളൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ചെറിയൊരു പ്രശ്നമാണ് ഗൈസ്, ഞാനിച്ചിരി ഡ്രൈവ് ചെയ്തിട്ടാണ് ഗൈസ് നമ്മളെ വീഡിയോ ഓൺ ആക്കിയത് ഗൈസ്. ഇപ്പോൾ എല്ലാവർക്കും സോറി. ഓക്കെ, ഇതിലൊരു വരി ഉണ്ടോ എന്നൊരു സംശയം. ഇവിടെ വരി ഉണ്ടോ അവിടെ നോക്കട്ടെ. ഇല്ലില്ല ഗൈസ്, ഞാൻ വെച്ച് ഇവിടെ വരി ഉണ്ടെന്ന്. ഓക്കെ, ബാക്കിൽ നിന്ന് വണ്ടി വരും. ഒരു ആംബുലൻസ്. ഓക്കെ, ഫസ്റ്റ് ആംബുലൻസ്, സെക്കൻഡ് ഫയർഫോഴ്സ്, അങ്ങനെ വേണ്ടല്ലേ ഗൈസ് റൂളും കാളൊക്കെ. അപ്പം നമുക്കത് നോക്കണ്ട ഗൈസ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഇവിടെ 6:40 ആയിട്ടുണ്ട് ഗൈസ്, 6:40 ആയിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഇപ്പോൾ 6:40 ആയിട്ടുണ്ട്. മോനടാ, ഇപ്പം നമ്മൾ മലയാണ്ട് കയറിയാണ്, ഇറങ്ങിയാണ് കയറുകയാണ് ഗൈസ്. എനിക്കൊരു സംശയം, ഇറങ്ങിയാണ് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ കയറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചെറിയൊരു വഴി ഗൈസ്, ചെറിയൊരു വഴി കിടക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇത് വഴിയല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത ഫൈൻ വീണു ഗൈസ്. ഫൈൻ വീണു ഗൈസ്. ഫൈൻ ഇപ്പം വീണു ഗൈസ്. 500 രൂപ ഫൈൻ വീണിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഇതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടാനുള്ള ഗൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സമാധാനമായി, ഇന്നത്തേക്കുള്ളതായി. അടുത്തതും കിട്ടി. ഓക്കെ ഓക്കെ, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ഫൈനൊന്നും അപ്രൂവ് ചെയ്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ സോ നമുക്കാണെങ്കിൽ നേരെ പോകാം ഗൈസ്. ഇത് വലിയ ബസ്സാണ്ട് എനിക്ക് വളയ്ക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടാവാം. എന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് എത്തുന്നത് വെച്ചാൽ ഈ ബസ്സിനകത്തിരിക്കുന്നവർ എന്നേലുള്ള വിശ്വാസമാണ് ഗൈസ്. മോനടാ, നമ്മളെ ഗ്ലാസ് പൊട്ടത്തില്ല ഗൈസ്. ഗ്ലാസ് പൊട്ടാൻ ഇത് ബുള്ളറ്റ് പ്രൂഫാണ് ഗൈസ്. ഈ ഒരു നാട്ടിലെ വണ്ടികൾക്കെല്ലാം ബുള്ളറ്റ് പ്രൂഫാണ്. എന്തായാലും വണ്ടികൾ ഇടിച്ചാൽ ചെറുതായിട്ടൊക്കെ ഞണക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് ഫുള്ള് റിസ്ക് എടുത്ത് നമ്മളെല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്നവരെ സുരക്ഷയാണ് നമുക്ക് മെയിൻ. ഓക്കെ ഗൈസ്, ചെറുതായിട്ടൊന്ന് പാളി അടുത്ത വണ്ടി ചെന്നിടിച്ചു. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മളെ വണ്ടി എല്ലാം വന്ന് വെറുതെ ഇടിക്കുകയാണ് ഗൈസ്. ഞാൻ നല്ല കുഴപ്പമില്ലാത്ത ഡ്രൈവിംഗ് ആണുള്ളത്. ഓക്കെ, അവിടെ നിർത്തണേ. അയാളെ ഞാൻ പറ്റിച്ചു ഗൈസ്, നീലക്കാറുകാരനെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, ഓവർടേക്ക് ചെയ്യാൻ ഇതാണ് ഗൈസ് സിമ്പിൾ മാർഗം ഗൈസ്. വോൾവ് ആണ് ഗൈസ്, എല്ലാം കിടന്ന് ഉറങ്ങിയാണ്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് തെറിവിളി കേൾക്കാൻ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മളെ ഡ്രൈവിങ് അത്രയ്ക്കും ഇതാണ്, അഡ്വഞ്ചറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രൈവ് അഡ്വഞ്ചർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, ഡിമ്മ്.
ഓക്കെ. സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓ ജസ്റ്റ് മിസ്സുടാ, ജസ്റ്റ് മിസ്സു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കടന്നു കഴിഞ്ഞിട്ടാണ് സിഗ്നൽ വീണത്. ഓക്കെ, അതുകൊണ്ട് ഫൈൻ അടിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ പെട്രോളും കാര്യമൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. നമ്മളെ ഫ്യൂലും കാര്യങ്ങളൊക്കെ മൈലേജുള്ള വണ്ടിയൊന്നും അല്ല ഗൈസ്. ഇത് നല്ല എണ്ണ ഓയിൽ പിടിക്കും. ആംബുലൻസ് ഓക്കെ, ആംബുലൻസിന് പ്രാധാന്യമൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ആൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഓക്കെ ഓക്കെ ഓക്കേടാ, കയറിപ്പോട്ട് കയറി ഗൈസ്. ഇപ്പം ഗൈസ് അങ്ങനെ ഞാൻ ഫൈനലി ഇത്രയും ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് 1 വേ റോഡാണ് ഗൈസ്, എനിക്കിഷ്ടമല്ല ഗൈസ്. 4 റോഡാണ് എനിക്കിഷ്ടം. ആമോ ഗൈസ്, കുറേ ഓവർടേക്ക്. ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും കുഴിയിലോ കൊക്കയിലോ ചെന്നൊക്കെ വീരും, എവിടെയെങ്കിലും ഒട്ടിയിരിക്കും. അതാണ് ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുക. നമുക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് പോവാം. ഒരു വട്ടൺ ഡ്രൈവർ ഓട്ടിക്കുന്നത് എല്ലായിടത്തിനും മനസ്സിലാവും. ഇപ്പം ഇടിച്ചിടിച്ചിടിച്ച്. ഓക്കെ പോലെടാ, ഇടിച്ചടാ, കുഴപ്പമില്ലടാ. ഓക്കെ, ശേ നമുക്ക് കമ്പനിയിൽ ഇതാക്കാം ഗൈസ്. ഇത് ബ്രേക്കിൻ്റെ കുഴപ്പമാണെന്ന്. എന്നാലും ചെറിയൊരു ഫൈൻ കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെ നമുക്ക് ഫൈൻ ഇതുവരെയായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇടിച്ചു, നല്ല സ്പീഡിലാണ് വന്നത്. ഓവർ സ്പീഡിന് ചിലപ്പം പെറ്റിയടിച്ച് തരാൻ ചാൻസ് ഉണ്ട്, അതിന് കേസാവാൻ ചാൻസ് ഉണ്ട് കേസ്. അപ്പം അതും എനിക്ക് ചെറിയൊരു പേടിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ ഈ റോട്ടിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കാം ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ കാണും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചിരിക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക ഗൈസ്. ഇപ്പം അടിപൊളി വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി കാണുക. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാന്മാരെ, എല്ലാവർക്കും ബൈ.